ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷൈലാസ് കിച്ചൺ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ എഗ് റോസ്റ്റാണ്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് 5 മുട്ട, 2 തക്കാളി, 2-3 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, മല്ലിയില, 3-4 ഉള്ളി വലുതാക്കി അരിഞ്ഞത്, 2-3 വെളുത്തുള്ളി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ: മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി കുറച്ച്, ഗരം മസാലപ്പൊടി 1 സ്പൂൺ. ചൂടായ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് സ്വല്പം കടുകിട്ട് പൊട്ടിയതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടി നല്ലവണ്ണം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റിക്കൊണ്ടിരിക്കുക. ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്ത് വീണ്ടും ഇളക്കുക. നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം അതിലേക്ക് ഓരോന്നായി ചേർത്ത് കൊടുക്കുക. ചേർത്തതിന് ശേഷം നന്നായി മൂപ്പിച്ചെടുക്കുന്നത് വരെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. മൂത്തു വന്ന മസാലയിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് വീണ്ടും നന്നായി വഴറ്റിക്കൊണ്ടിരിക്കുക. തക്കാളി നല്ലവണ്ണം അലിഞ്ഞു ചേരുന്നതിന് വേണ്ടി ചെറുതീയിൽ 2-3 മിനിറ്റ് മൂടി വെച്ച് പാകപ്പെടുത്തുക. മൂടി മാറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ നല്ലവണ്ണം വഴറ്റിക്കൊണ്ടിരിക്കുക. മുട്ടകളെല്ലാം പൊട്ടിച്ച് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. നിങ്ങളുടെ ഫാമിലിക്ക് എത്ര മുട്ട ആവശ്യമുണ്ടോ അത്രയും ആളെ എണ്ണം നോക്കി എടുക്കാവുന്നതാണ്. അങ്ങനെ പൊട്ടിച്ചു വെച്ചിരിക്കുന്ന മുട്ട മൂത്ത് വരുന്ന മസാലയിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയുടെ ഉണ്ണികളെല്ലാം ഓരോന്നിനെയും തല്ലിക്കൊല്ലുക. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. മുട്ടയുടെ ഉണ്ണി ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. മുട്ടയിട്ട് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോൾ അത് ഓരോ സൈഡിൽ നിന്നും പതുക്കെ മുകളിലേക്ക് ചെറുതായി ഒന്നിങ്ങനെ മാറ്റി കൊടുക്കുക. ഞങ്ങൾ സാധാരണ മുട്ട ചിക്കുന്നത് പോലെ തന്നെ സൈഡിൽ നിന്നും ഇങ്ങനെ ഇളക്കി ചിക്കി മാറ്റിയെടുത്താൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ചിരുന്ന എഗ് റോസ്റ്റിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന മല്ലിച്ചീര മുകളിൽ നന്നായി വിതറി കൊടുക്കുക.
മല്ലിച്ചീര ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു മൂടി വെച്ചിട്ട് തുറന്നു നോക്കിയാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ടാവും. ഇൻഷാ അള്ളാ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. എന്തായാലും നല്ല സൂപ്പറായിട്ടുള്ള ഒരു എഗ് റോസ്റ്റ് ആയിരിക്കും. ആരും തന്നെ ഇതിക്ക് മുൻപ് ഇത് കഴിച്ചിട്ടുണ്ടായിരിക്കില്ല. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.